നിറയെ ബോഗെൻവില്ല പൂക്കളും ചെടികളും നിറഞ്ഞ ഒരു സുന്ദര ഭവനം. അവിടെ സദാസമയവും ചെടികളെയൊക്കെ പരിപാലിച്ച് അയൽക്കാരോടെല്ലാം നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു വീട്ടമ്മ. വീടും പരിസരവും എല്ലാം അതിമനോഹരമായിരുന്നെങ്കിലും കുളപ്പുറം ഹൗസിംഗ് കോളനിയിലെ ഈ വീടിനുള്ളിൽ കാര്യങ്ങൾ അത്ര ശാന്തമല്ലായിരുന്നു. കൊല ചെയ്യപ്പെട്ട ഷേർലി 8 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ സ്ഥലം വാങ്ങി ലക്ഷങ്ങൾ ചിലവാക്കി പുതിയ വീട് വയ്ക്കുന്നത്. വീട് നിർമ്മാണ സമയത്ത് മുതൽ എന്നും ഇവിടേക്കെത്താറുള്ള ഷേർലി പ്രദേശവാസികളുമായി നല്ല അടുപ്പം തന്നെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ പലരോടും പറഞ്ഞതാകട്ടെ പല കഥകളുമാണ്. ചിലരോട് ഭർത്താവും കുട്ടികളും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റു ചിലരോട് വിവാഹബന്ധം വേർപ്പെടുത്തിയതാണെന്നും ചിലരോട് ഭർത്താവ് വിദേശത്താണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. കൊലപാതക ശേഷം ഷേർലിയുടെ യഥാർത്ഥ കഥകൾ പോലീസ് പറഞ്ഞറിയുമ്പോൾ നാട്ടുകാരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഇതേ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ജോബ് എന്ന യുവാവ് സഹോദരനാണെന്നാണ് അയൽവാസികളോട് പറഞ്ഞിരുന്നത്. ഇയാൾ ഇടയ്ക്കിടെ ഈ വീട്ടിലേക്ക് വന്നുപോയിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നും ഒരു ചിരിച്ച മുഖവുമായി മുന്നിലൂടെ കടന്നുപോകുന്ന നല്ല ഒരു അയൽക്കാരിയായ ഷേർലിയെ മാത്രമാണ് എല്ലാവർക്കും പരിചയം. ചെടികളെയും പൂക്കളെയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയും ഒക്കെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു ഷേർലി. ജോബും ഷേർലിയും ചേർന്നാണ് ചെടികളും ഫലവൃക്ഷ തൈകളുമെല്ലാം വീട്ടുമുറ്റത്തും വീടിന്റെ മുകളിലുമൊക്കെയായി നട്ടുവളർത്തിയതെന്നും അയൽവാസികൾ ഓർക്കുന്നു. ഷേർലിയുടെ സുഹൃത്ത് വിളിച്ചറിയിച്ചത് പ്രകാരമാണ് ഞായറാഴ്ച പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഒരു മതിലിനപ്പുറമുള്ള അയൽവാസികൾ പോലും ഈ സംഭവം അറിയുന്നത്. അവിടെ എത്തിയപ്പോൾ കാണുന്നത് കിടപ്പുമുറിയിൽ നിലത്ത് ഷേർലിയെ രക്തം വാർന്ന് മരണപ്പെട്ട നിലയിലും ഹാളിൽ സ്റ്റെയർ കേസ് കമ്പിയിൽ ജോബിനെ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. ഭർത്താവിന്റെ മരണത്തോടെയാണ് ഷേർലി ഇവിടേക്ക് താമസിക്കാൻ എത്തുന്നത്. ഇവർക്ക് 2 കുട്ടികളുണ്ടെന്നാണ് വിവരം. നെടുങ്കണ്ടം കല്ലാർതുരുത്തിയിൽ ഷേർലി മാത്യു, കോട്ടയം കുമ്മനം ആലുമൂട് കുരുട്ടുപറമ്പിൽ ജോബ് സക്കറിയ എന്നിവരെയാണ് കുളപ്പുറത്തുള്ള വീട്ടിൽ ഞായറാഴ്ച രാത്രി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ജോബ് ഷേർലിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം. സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള കൊലപാതകമാണ് ഇതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇതുകൂടാതെ ഷേർലിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപമുന്നയിച്ചും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൂടാതെ ഷേർലി പണം നൽകാനുണ്ടെന്ന് ജോബും ജോബ് തനിക്ക് പണം നൽകാനുണ്ടെന്ന് ഷേർലിയും മുൻപ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇവരുടെ ബന്ധം വഷളായതിനു പിന്നാലെ 1 മാസത്തോളമായി യുവാവ് ഇവിടേക്ക് എത്താറില്ലായിരുന്നുവെന്നും പറയുന്നു. ഇതിനിടെ ഷേർലിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഉൾപ്പെടെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മുൻബന്ധത്തിലെ മകനും ജോബും ചേർന്ന് ഷേർലിയെ കൊച്ചിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നതായും പറയുന്നു. സംഭവശേഷം രാത്രി വീട് സീൽ ചെയ്ത് കാവലേർപ്പെടുത്തി പോലീസ് മടങ്ങിയതോടെ പ്രദേശവാസികളെല്ലാം നടുങ്ങിയിരിക്കുകയാണ്. ഒരു മതിലിനപ്പുറത്തെ വീട്ടിൽ യാതൊരു സംശയങ്ങൾക്കും ഇടവരാതെ കൊലപാതകം നടന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ പ്രദേശവാസികളെല്ലാം.